തുടർച്ചയായി ഉയർത്തുന്ന ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ മുസ്ലിം പ്രീണനം എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് OBC സംവരണം പോലും അട്ടിമറിച്ച് SC/ST സംവരണത്തെ വരെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം സംവരണത്തിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ കോടതിയും ജനങ്ങളും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എന്നാണ് മോദി തുടർച്ചയായി ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുന്നത്. അത് എന്ത് അർത്ഥത്തിലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? കോൺഗ്രസ് ആ തരത്തിൽ ഒരു മുസ്ലിം പ്രീണനം എന്ന അവരുടെ നിലപാട് തുടർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് വളരെ വളരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു നാരറ്റീവാണ്. വാസ്തവത്തിൽ നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച് കുറെ കൂടിയൊക്കെ സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ നാരറ്റീവ് കോൺഗ്രസ് സാമ്പത്തികമായിട്ടുള്ള ഒരു സർവേ നടത്താൻ പോകുന്നു, ഹിന്ദു സ്ത്രീകളുടെ മംഗലസൂത്രം അടക്കമുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ പോകുന്നു. ആ തരത്തിലുള്ള ഒരു നാരറ്റീവാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിലെ ഇക്കണോമിക് ഇനീക്വാലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക പരസ്പരമുള്ള വ്യത്യാസങ്ങൾ അത് കൂടിക്കൂടി വരികയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഭിന്നതകൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. ലോകത്ത് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം, ഈ ഇനീക്വാലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം ബ്രസീലാണ്. അവിടെ വമ്പിച്ച തോതിലുള്ള സമ്പത്തുള്ള ആളുകളുണ്ട്, സമ്പത്ത് കുന്നുകൂടുന്ന ആളുകളുണ്ട്, ഏറ്റവും താഴെയുള്ള ആളുകളുണ്ട്. ഇന്നിപ്പോ ഇന്ത്യ ബ്രസീലിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇനീക്വാലിറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ആരും വെറുതെ പറയുന്നതല്ല. ഇത് കഴിഞ്ഞ ദിവസം തോമസ് പിക്കറ്റി ക്യാപിറ്റലിസം ഇൻ 21st സെഞ്ചുറി എന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ രചയിതാണ് അദ്ദേഹം. അത് വലിയ സ്കോളറാണ്. അദ്ദേഹത്തിന്റെ ഇനീക്വാലിറ്റി ലാബ് എന്ന് പറയുന്ന ആഗോള ഗവേഷണ സ്ഥാപനം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഇനീക്വാലിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഇനീക്വാലിറ്റി വർദ്ധിക്കാന്ന് വെച്ചാൽ ഒരു വിഭാഗം കോർപ്പറേറ്റ് കമ്പനികൾ, അതിന്റെ ഭാഗമായിരിക്കുന്ന ആളുകൾ വൻതോതിൽ സമ്പത്ത് കുന്നുകൂട്ടുന്നു. ഞാൻ ഈ ആളുകളുടെ പേരൊന്നും പറയില്ല, അവരുടെ നാട് ഏതാണ്, അവരുടെ ബന്ധങ്ങൾ ആരുമായിട്ടാണ് ഇവർക്കുള്ള ബന്ധം, ആ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സാമ്പത്തികമായ അസ്ഥിരത വന്നിട്ടുണ്ട്, ദുരിതാവസ്ഥ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതം കൂടുതൽ ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്നുള്ള ഇനീക്വാലിറ്റിയുടെ വിഷയം പരിശോധിക്കാൻ ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ ആവശ്യമാണ്. നീതിപൂർവമായ ഒരു നികുതി സമ്പ്രദായം രാജ്യത്ത് ആവശ്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അതേക്കുറിച്ച് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു തരത്തിലുള്ള പ്രോഗ്രസീവ് ടാക്സേഷൻ എന്നുള്ളതുണ്ട്. കൂടുതൽ ധനമുള്ള ആളുകളിൽ നിന്ന് ടാക്സ് ഈടാക്കിക്കൊണ്ട് മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് വഴിയെ പോണവന്റെ കെട്ടുതാലി എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക, ഈ തരത്തിൽ വളരെ വ്യാജമായിട്ട് ഒരു നാരറ്റീവ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാനും കഴിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളും ചാർത്തി കൊടുക്കുന്നു, അവരെ പ്രത്യേകമായിട്ട് അപ്പീസ് ചെയ്യുന്നു. ഇതെല്ലാ കാലത്തും BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ്, സാമൂഹികമായി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അവർക്ക് ചരിത്രപരമായ കാരണങ്ങളാലാണ് ഈ പിന്നോക്കാവസ്ഥ വരുന്നത്. സാമ്പത്തികമായ കാരണങ്ങളുണ്ട്, സാമൂഹികമായ കാരണങ്ങൾ. ഈ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം എന്നൊരു ആശയം ഭരണഘടനയിലുള്ളതാണ്. ആ സംവരണത്തെ അട്ടിമറിക്കാൻ ഇപ്പൊ അവർ നീക്കിക്കൊണ്ട് ഇപ്പൊ RSSന്റെ ആളുകൾ പറയുന്നുണ്ട് സംവരണത്തിനോടും ഞങ്ങൾ എതിരാൽ. പക്ഷേ അവരുടെ അടിത്തറ എന്ന് പറയുന്നത്, താല്പര്യം എന്ന് പറയുന്നത് ഈ സംവരണത്തിന്റെ അടിത്തറ തകർത്തുകൊണ്ട് സാമൂഹികമായ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക സംവരണ സൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തികമായ അടിത്തറയിലേക്ക് മാറ്റുകയല്ല. എന്ന് വെച്ചാൽ ബ്രാഹ്മണന് ഒരു 5-10 ആളുകൾ ദാരിദ്ര്യമുള്ള അവർക്കും സംവരണം കൊടുക്കാം. യഥാർത്ഥത്തില് ഇന്ത്യയിലുള്ള പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ജാതി വ്യവസ്ഥയും സാമൂഹികമായിട്ടുള്ള അട്ടിമറികളുമാണ്. ഈ സാമൂഹികമായ അട്ടിമറികൾ, ജാതി വ്യവസ്ഥയുടെ ഈ അതിഭീകരമായ പീഡനം, ഇതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഒരു ഉമ്മാക്കി വെച്ചുകൊണ്ട് രാജ്യത്തെ മഹാഭൂരിപക്ഷം കിട്ടാൻ ജനങ്ങൾക്ക് കിട്ടേണ്ട, പിന്നോക്കക്കാർക്ക് കിട്ടേണ്ട, ദളിതർക്ക് കിട്ടേണ്ട, അതേപോലെ ഏറ്റവും അവശ നിലയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ അവകാശങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സംഘപരിവാര അജണ്ടയാണ്, ഇതൊരു ഹിന്ദുത്വ അജണ്ടയാണ്,
ഇത് ഒരു മനുസ്മൃതിയുടെ അജണ്ടയാണ്. ഈ അജണ്ടയെ മുന്നോട്ട് വെക്കാൻ സന്ദീപിലേക്ക് വരാം, ദീപ്തിയിലേക്ക് ഒരു മറുപടി ഉണ്ടെന്ന് അറിയാം. ദീപ്തി, കോൺഗ്രസിനെ അതിരൂക്ഷമായാണ് കടന്നാക്രമിക്കുന്നത്. നമുക്കറിയാം ഈ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി യോഗങ്ങളിൽ സംസാരിക്കുന്നു മോദി. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം ആവർത്തിക്കുന്നു. ഇത് ഏത് തരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ നയം മോദി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ജനങ്ങൾ അംഗീകരിച്ചതൊക്കെ നമുക്കറിയാം. ഇത്തവണയും കോൺഗ്രസ് ഒരു സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അത് പഠിക്കാൻ വേണ്ടി മാത്രം കമ്മീഷനെ വെക്കുന്നു. അത് മറ്റൊരു നറേറ്റീവ് രാജ്യം സൃഷ്ടിക്കുന്നു. മറ്റ് സമുദായങ്ങളിലൊന്നും അത്തരം ആളുകളില്ല എന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുന്നു. അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത് മോദി തുടർച്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, ഈ വിഷയത്തെ നേരിടുന്നത്? അല്ലെ കോൺഗ്രസ് ശ്രീ ദീപ്തി മേരി വർഗീസ്, സർ തിരിച്ചു